ആശ നിരാകരിക്കപ്പെടുന്ന സ്ഥിതിയാണോ നിരാശ? പ്രതിപാത്ര വ്യാഖ്യാന സാധ്യതകൾ ഏറെ അനുവദിക്കുന്ന ഒരു ചോദ്യമാണത്. അതുകൊണ്ട് തന്നെ ആശകളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനും പറയുന്നു. ആശാമാർഗം, രക്ഷാമാർഗം. ജീവിതം മരണത്തിന് മുന്നോടിയായുള്ള ഒരു പ്രശ്നോത്തരിയാണെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഉത്തരങ്ങൾക്കായുള്ള സത്യസന്ധമായ അന്വേഷണം അതിൽ നമുക്കുള്ള ഉപാധികൾ പോലെയും. സാമാന്യ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരാളിന് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് ജീവിതം. എന്നാൽ ഒരാളുടെയും ഇച്ഛകൾക്ക് സമ്പൂർത്തി ഉണ്ടാക്കുവാൻ ഒരു ജീവിതകാലം പര്യാപ്തവുമല്ല. ഏതൊരാളും വലിയ വലിയ പ്രതീക്ഷകൾ ചേർത്ത് നെയ്തെടുക്കുന്നതാണ് ജീവിതം എങ്കിലും അതിൻ്റെ ദൈർഘ്യം അന്ധാളിപ്പിക്കും വിധം അനിശ്ചിതമാണെന്ന് നമുക്കറിയാം. ജീവിതത്തിൻ്റെ അനിഷേധ്യമായ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും പ്രത്യാശകളെ നെഞ്ചേറ്റുന്നതിൽ നാം എപ്പോഴും ഉത്സുകരായിരിക്കുന്നു എന്നത് അതിശയകരം തന്നെ. ഏതു നിമിഷവും തിരോഭവിച്ചേക്കാവുന്ന ജീവിതത്തിൻ്റെ അരങ്ങിൽ നാം ആശങ്ക ഏതുമില്ലാതെ നിറഞ്ഞാടുകയാണ്. ഇതുതന്നെയാണ് ആരുടെയും ചിന്തകളെ വിസ്മയിപ്പിക്കുന്നതും. ജീവിതത്തിൻ്റെ കലുഷിതാവസ്ഥകളുടെ സ്വാഭാവികമായ സങ്കീർണതകൾ അനിവാര്യമാണെങ്കിലും അവയെയൊക്കെ പ്രായോഗികമായി അതിജീവിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ പ്രത്യാശകൾ ഒട്ടൊന്നുമല്ല നമുക്ക് തുണയാവുന്നത്. എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ് ജീവിതം പൂർണ്ണമായി വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിയിലും പ്രതീക്ഷകളുടെ പുതുനാമ്പുകൾ ഒരാളെ ശുഭാപ്തി വിശ്വാസം സമാഹരിക്കുവാൻ പ്രചോദിപ്പിക്കണം. ഇവിടെയാണ് പ്രതീക്ഷകൾ താരതമ്യങ്ങളില്ലാത്ത രക്ഷാമാർഗമാണെന്ന് നാം തിരിച്ചറിയുന്നത്. ശുഭാശകൾ ഔഷധം പോലെയാണ്. ജീവിതാവസരം ഏതുമാത്രയും അവസാനിച്ചേക്കാമെന്ന് ബോധ്യമുണ്ടെങ്കിലും പ്രതീക്ഷകളും പ്രത്യാശകളും മനുഷ്യനെ നിർവിസംഗം മുന്നേറുവാൻ സഹായിക്കും. ജീവിതം ഒരേ സമയം തന്നെ നിമിത്തവും നിയോഗവുമായിരിക്കുന്നു എന്ന് കാണാനാകും. നിർമ്മലാശകളും സൽപ്രതീക്ഷകളും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിനുള്ള ഉദ്യമങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ജീവിതാനിശ്ചിതത്വങ്ങളെ ഗൗനിക്കാതെ എന്ന പോലെ ജീവിതം നൽകുന്ന അധിക നിമിഷങ്ങളെ അവയുടെ അവസാന മാത്ര വരെ സാർത്ഥകവും സമ്മോഹനവുമാക്കുവാൻ പ്രത്യാശകൾ മാത്രമാണ് നമുക്ക് തുണ. സർഗാത്മകമായ ആശകൾക്ക് ആരും അതിരുവയ്ക്കേണ്ടതില്ല. ജീവിതം നമുക്ക് കൈവന്ന അപൂർവ അവസരം, അത് അതിവിപുലമായ ഒരു സാധ്യതയാകട്ടെ. പ്രത്യാശാരഹിതമായ ജീവിതത്തേക്കാൾ അരോചകമായി മറ്റൊന്നുമില്ലെന്ന് നമുക്കറിയണം. ആശിക്കുന്നതിൽ ഒരു ലോഭവും വേണ്ട. വിമലാശകൾ തന്നെയാണ് ജീവിതത്തിൻ്റെ ഉത്തമ ഉത്തോലകം. ഉന്മേഷത്തിൻ്റെ വിശാല ആകാശമാകട്ടെ നമുക്ക് നിരുപദ്രവമായ ആശകൾ.